ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മകൻ്റെ ഓർമ്മയ്ക്കായി ചിത്രമതിൽ ഒരുക്കിയ ഒരമ്മ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് സമീപത്തെ മതിലിൽ ഒരുക്കിയ ചിത്രങ്ങൾ മകൻ അർജുൻ കെ ദാസ് എന്ന യുവ ചിത്രകാരൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഓർമ്മകളിൽ ജീവിക്കുന്ന മകന് അമ്മയുടെ പിറന്നാൾ സമ്മാനം കൂടിയാണിത്. NIT വിദ്യാർത്ഥിയായിരുന്ന അർജുൻ തൻ്റെ സ്വപ്നങ്ങൾ ബാക്കിവെച്ച് 2015 ജൂൺ 20-നാണ് ലോകത്തോട് വിട പറഞ്ഞത്. മാത്തിൽ സ്വദേശിനിയായ കരുണാദാസിൻ്റെയും മോഹൻദാസിൻ്റെയും മകനാണ് അർജുൻ. മകൾ ആതിര കെ ദാസ് ബംഗളൂരുവിൽ ഡിസൈനറാണ്. അമ്മയുടെ പ്രോത്സാഹനവും പ്രചോദനവും ഉൾക്കൊണ്ട് ബാല്യം മുതൽ രണ്ടുപേരും വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ രണ്ടുപേരും ഒട്ടേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ചുമർചിത്രമാണ്. മകനൊരു ആർട്ടിസ്റ്റായിരുന്നു, NIT വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ 2015 അവൻ്റെ ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ചുമർചിത്രങ്ങൾ നിർമ്മിക്കുകയും പല സ്ഥലങ്ങളിൽ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന 8 വർഷത്തോളമായി നമ്മൾ ഓരോ പ്രോഗ്രാമായി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കാലിക്കറ്റിൽ സരോവരം പാർക്കിൽ ചെയ്തിട്ടുണ്ട്. അവൻ്റെ തന്നെ വരച്ച ചുമർചിത്രങ്ങൾ റിക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആർട്ടിസ്റ്റുമാരെ വെച്ച് കണ്ണൂരിൻ്റെ പൈതൃകവും കലകളെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചുമർചിത്രമായി മാറ്റി കണ്ണൂരിന് സമർപ്പിക്കുകയാണ്. അവൻ്റെ പിറന്നാൾ ദിവസമായ മെയ് 2-ന്. അത് അവൻ്റെ ആഗ്രഹത്തും കൂടെ ഒന്ന് സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആ ചിത്രങ്ങൾ നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ഭാവിയിലും ഇങ്ങനെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മളെ അവനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ചെയ്യുമായിരുന്നു. ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ച കുട്ടികൾക്കായുള്ള ചിത്രകലാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2015 കോഴിക്കോട് ചുമരിൽ വരച്ച സിറ്റി ഓഫ് സ്പൈസസ് എന്ന വാസ്കോഡ ഗാമയുടെ കാരിക്കേച്ചർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അർജുൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോട് സരോവരം പാർക്കിലും ചിത്രം തയ്യാറാക്കിയിരുന്നു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.